എല്ലാവർക്കും നമസ്കാരം. നമ്മൾ ഈ വീഡിയോയിൽ സംസാരിക്കാൻ പോകുന്നത് നിങ്ങൾക്കറിയായിരിക്കും $70,000 വരെ ഇപ്പം ഓസ്ട്രേലിയയിലേക്ക് റീലൊക്കേഷൻ ബെനിഫിറ്റ് പലപ്പോഴും ഓസ്ട്രേലിയൻ ഗവൺമെൻറ് ഇപ്പം ഇവിടെ പുതുതായിട്ട് വരുന്ന നഴ്സുമാർക്കും പല ഹെൽത്ത് കെയർ പ്രൊഫഷണൽസിനും കൊടുക്കുന്നുണ്ട്. അതായത് മോസ്റ്റ്ലി പബ്ലിക് ഹെൽത്ത് ഓർഗനൈസേഷൻസ് ആണ്. ഫോർ എക്സാമ്പിൾ ക്വീൻസ്ലാൻഡ് ഹെൽത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഒരു പബ്ലിക് ഹെൽത്ത് ഓർഗനൈസേഷനാണ്. അവർ ശരിക്കും ഇവിടുത്തെ റീജിയൻ അല്ലെങ്കിൽ റൂറൽ റീജിയൻസിലേക്ക് വരാൻ വേണ്ടിയിട്ട് നഴ്സുമാർക്ക് ജോലിക്ക് എടുക്കാൻ വേണ്ടിയിട്ട് ഇപ്പം ഒരു $70,000 വരെയൊക്കെ ശരിക്കും പറഞ്ഞാൽ കൊടുക്കുന്നുണ്ട്. മാത്രമല്ല പല സ്റ്റേറ്റ്സും വെസ്റ്റേൺ ഓസ്ട്രേലിയ, നോർത്തേൺ ടെറിട്ടറി, സദേൺ ഓസ്ട്രേലിയ അങ്ങനെ പബ്ലിക് ഹെൽത്ത് ഓർഗനൈസേഷൻസ് റീലൊക്കേഷൻ ബെനിഫിറ്റ്സ് അടിപൊളിയായിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പം ഇങ്ങനത്തെ റീലൊക്കേഷൻ ബെനിഫിറ്റ്സ്, ഇത്ര ഹൈ റീലൊക്കേഷൻ ബെനിഫിറ്റ്സ് കിട്ടുന്നത് മിക്കവാറും റൂറൽ റീജിയൻസ് ഓഫ് ഓസ്ട്രേലിയയിലായിരിക്കും. അപ്പോൾ ഇവിടേക്ക് വരുമ്പോൾ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ടാകും. അതായത് ഓസ്ട്രേലിയ എന്ന് പറഞ്ഞാൽ വളരെ വലിയൊരു ഭൂഖണ്ഡം അല്ലെങ്കിൽ വലിയൊരു രാജ്യമാണ്. അപ്പോൾ അവിടെ തന്നെ ഒരുപാട് സിറ്റീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം വിട്ടുവിട്ടിട്ടുള്ള സിറ്റീസാണ്. അപ്പം ഒരു വലിയ സിറ്റി ഉണ്ടെങ്കിൽ അതിനൊരു 2 മണിക്കൂർ ചുറ്റളവിലായിരിക്കും ഏറ്റവും കൂടുതൽ പിന്നെ സാറ്റലൈറ്റ് സിറ്റീസ് പോലെ ഒക്കെ ഉണ്ടാവുക. അല്ലാതെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആയിരക്കണക്കിന് അല്ലെങ്കിൽ 100 കണക്കിന് കിലോമീറ്റേഴ്സ് വരെ വലിയ മേജർ സെൻറ്റേഴ്സ് ഇല്ലാത്ത ഭാഗങ്ങളൊക്കെ ഓസ്ട്രേലിയയിലുണ്ട്. ചിലപ്പം ഒരു 300-200 പേരുള്ള ഒരു ടൗൺ ആയിരിക്കാം, അങ്ങനെയൊക്കെ ആയിരിക്കും. അപ്പം ഈ $70,000 വരെ നിങ്ങൾക്ക് റീലൊക്കേഷൻ കൊടുക്കുന്നു എന്ന് പറയുമ്പോൾ അതിനകത്ത് എന്തായാലും ഒരു ക്യാച്ച് ഉണ്ട്. അത് ക്യാച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള വളരെ റൂറൽ റീജിയൻസിലേക്കായിരിക്കും ആളുകൾ നിങ്ങളെ പോസ്റ്റ് ചെയ്യുക. അവിടെയുള്ള മൾട്ടിപർപ്പസ് സെൻറ്ററുകളിലേക്കോ അല്ലെങ്കിൽ ചെറിയ സാറ്റലൈറ്റ് ഹോസ്പിറ്റൽസിലേക്കൊക്കെ ആയിരിക്കും നിങ്ങൾക്ക് ജോലി കിട്ടുക. അപ്പം ശരിക്കും പറഞ്ഞാൽ അവിടെ അമ്യൂണിറ്റീസ് ഭയങ്കര കുറവായിരിക്കും. നിങ്ങൾക്ക് ശരിക്കും ഇന്ത്യൻ സാധനം വാങ്ങണമെങ്കിൽ ചിലപ്പോൾ 3-4 മണിക്കൂർ ഡ്രൈവ് ചെയ്ത് ഒരു മേജർ സെൻറ്ററിലെത്തി വാങ്ങിക്കൊണ്ട് പോകേണ്ടി വരാം. ചിലപ്പോൾ നിങ്ങൾ വിചാരിക്കുന്ന ഒരു ഇന്ത്യൻ ഷോപ്സ് ഉണ്ടാവില്ല, എൻ്റർടൈൻമെൻറ്റ് ഓപ്ഷൻസ് വളരെ കുറവായിരിക്കും. പക്ഷേ നിങ്ങൾക്ക് അവിടെ ജോലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ടൗണിൽ തന്നെ ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് ഒരുപാട് യാത്ര ചെയ്യേണ്ടി വരില്ല. പക്ഷേ ഒരു ബേസിക് ഗ്രോസറിയോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ ഉണ്ടാവുള്ളൂ. എൻ്റർടൈൻമെൻറ്റ് ഓപ്ഷൻസ് കുറവായിരിക്കാം. ഇപ്പം നിങ്ങൾക്ക് മലയാളികൾ ചിലപ്പോൾ ഉണ്ടായെന്ന് വരികയില്ല. പക്ഷേ ഇപ്പോൾ ഇഷ്ടംപോലെ മലയാളികൾ വരുന്നതുകൊണ്ട് 1-2 മലയാളികളൊക്കെ മോസ്റ്റ് ഓഫ് ദി ടൗൺസിലുണ്ട്. പക്ഷേ എങ്കിലും മലയാളികളുടെ എണ്ണവും കുറവായിരിക്കും. സോ നിങ്ങൾക്ക് ഈ റീലൊക്കേഷൻ ബെനിഫിറ്റ് ഇത്രയും ഹൈ മണി നിങ്ങളുടെ കയ്യിലോട്ട് തരുമ്പം അവരെന്തായാലും എക്സ്പെക്റ്റ് ചെയ്യുന്നത് നിങ്ങൾ അവിടെ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ വന്ന് ജോലി ചെയ്യുന്നതാണ്. ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ഓസ്ട്രേലിയയിൽ ഓൾറെഡി ഉള്ള ആളുകൾക്ക് ജോലി ചെയ്യാൻ താല്പര്യമില്ലാത്തതുകൊണ്ടാണ് ഈ റീലൊക്കേഷൻ ബെനിഫിറ്റ് അവിടെ ആളുകളെ അട്രാക്റ്റ് ചെയ്യാൻ വേണ്ടി കൊടുക്കുന്നത്. സോ ബേസിക്കലി നിങ്ങൾ വരുവാണെങ്കിൽ ഒരു ഇനീഷ്യൽ 1-2 കൊല്ലത്തേക്ക്, അല്ലെങ്കിൽ ഇപ്പം നിങ്ങൾക്ക് PR-ലായിരിക്കും മിക്കവാറും ഇങ്ങനെ റീജിയണൽ ഏരിയസിലേക്ക് വരുന്നത് 186 ഡയറക്റ്റ് എൻട്രി വിസയിലേക്ക്. അപ്പോൾ അങ്ങനെ വരുമ്പം ആ 2 കൊല്ലമെങ്കിലും നിങ്ങൾ മനസ്സിലാക്കേണ്ടത് കുറച്ച് കോംപ്രമൈസ്ഡ് ലൈഫായിരിക്കും. ക്വാളിറ്റി ഓഫ് ലൈഫിൽ കുറേ വ്യത്യാസങ്ങൾ അല്ലെങ്കിൽ കുറവുകൾ കാണാൻ പറ്റും. ആ ഒരു 2 കൊല്ലം പിടിച്ചു നിന്നിട്ട് നിങ്ങൾക്ക് എങ്ങോട്ട് വേണമെങ്കിലും മൂവ് ചെയ്യാം, അത് കുഴപ്പമില്ല. പക്ഷേ ഒരു 2 കൊല്ലത്തേക്ക് നല്ല ബുദ്ധിമുട്ടാണ്. കാരണം ഇവിടെ വന്ന ചില ആളുകൾക്ക് ഇത് ശരിക്കും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. കാരണം നിങ്ങൾ അയർലൻഡിൻ്റെയും UK-യുടെയൊക്കെ ഒരു കാര്യം പറയുവാണെങ്കിൽ ഒരു സിവിലൈസേഷൻ ഇല്ലാത്ത അല്ലെങ്കിൽ ഇങ്ങനെ വളരെ വിജനമായ അങ്ങനെ ഒരുപാട് ഏരിയകൾ കണ്ടെത്താൻ പറ്റില്ല. ഒരു അരമണിക്കൂറിലോ അല്ലെങ്കിൽ ഒരു 15 മിനിറ്റ് കൂടുമ്പം ചെറിയ ചെറിയ ടൗണുകളും ആൾത്തിരക്കും ആൾബഹളവും ഒക്കെ ഉണ്ടാവും. പക്ഷേ ഓസ്ട്രേലിയയുടെ കേസ് അങ്ങനെയല്ല. ചിലപ്പോൾ ഒരു 300 പേരുള്ള ഒരു ടൗണിൽ നിന്ന് അടുത്ത സ്ഥലത്തിലേക്ക് 100 കിലോമീറ്റർ ഡ്രൈവ് ചെയ്യേണ്ടി വരും. സോ അങ്ങനെയുള്ള കാര്യങ്ങളുണ്ടാകും. അപ്പോൾ കുട്ടികൾക്ക് സ്വന്തം ഒരു പിയർ ഗ്രൂപ്പിനെ കണ്ടെത്താനോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു സോഷ്യലൈസേഷനുള്ള ഓപ്പർച്യൂണിറ്റീസ് തന്നെ വളരെ കുറവായിരിക്കും. സോ ഇങ്ങനെയൊക്കെയുള്ള കേസ് വരുമ്പം പലപ്പോഴും ഇവിടെ എത്തിക്കഴിഞ്ഞിട്ട് ഡിസ്ഹാർട്ടഡ് ആവാറുണ്ട് ആളുകൾ. ചില അയർലൻഡിൽ നിന്ന് വന്ന ചിലരൊക്കെ മൂവ് ബാക്ക് ചെയ്തു ഈ റീസെൻ്റ്ലി എന്ന് ഞാൻ കേട്ടു. അപ്പോൾ വളരെ റീജിയണൽ ഏരിയാസിലേക്ക് വന്നേ. അപ്പോൾ കാരണം അവർ ഈ തണുപ്പ് പേടിച്ച് ഇവിടെ വന്നിട്ട് നിങ്ങൾ വിജനതയിലേക്ക് വന്നു എന്നൊക്കെയാണ് വന്ന ഒരു ഫീലാണ് അവർക്ക് വന്നതെന്നാണ് കേട്ടത്. സോ ബേസിക്കലി നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ആ $70,000 റീലൊക്കേഷൻ എടുക്കുമ്പോൾ നിങ്ങൾ ഈ 2 ഇയേഴ്സ് ഓഫ് ഒരു ക്വാളിറ്റി കുറഞ്ഞ ലൈഫ് നിങ്ങൾ എക്സ്പെക്റ്റ് ചെയ്യണം. അപ്പോൾ ഓസ്ട്രേലിയയുടെ കാര്യം പറയുകയാണെങ്കിൽ നിങ്ങൾ ശരിക്കും പറഞ്ഞാൽ ഈ മേജർ സിറ്റീസിൻ്റെ 2 മണിക്കൂർ ചുറ്റിലോ അല്ലെങ്കിൽ ഒരു 1 ലക്ഷമൊക്കെ ഉള്ള പോപ്പുലേഷനുള്ള ഒരു സിറ്റിയുടെ ഒരു 2 മണിക്കൂർ അല്ലെങ്കിൽ 1 മണിക്കൂറിന് ചുറ്റും അല്ല നിങ്ങൾ ജീവിക്കുന്നതെങ്കിൽ ഡെഫിനറ്റ്ലി ആമ്യൂണിറ്റീസിന് ഭയങ്കര കുറവായിരിക്കും കേട്ടോ. ഒരുപാട് ഫെസിലിറ്റീസ് ഉണ്ടാവില്ല. ഒരു റൺ ഡൗൺ പ്ലേസ് പോലെയൊക്കെ നിങ്ങൾക്ക് തോന്നാൻ സാധ്യതയുണ്ട്. മാത്രമല്ല വലിയ ഡെവലപ്മെൻ്റ് ഒന്നും ഉണ്ടാവില്ല. കാരണം ഓസ്ട്രേലിയയുടെ ഒരു 80% പോപ്പുലേഷൻ നിയർ ടു ദ കോസ്റ്റും അതുതന്നെ ഒരു സൗത്ത് ഈസ്റ്റ്, ഒരു ബ്രിസ്ബെയിൻ അല്ലെങ്കിൽ ഒരു ഹാർവി ബേ മുതൽ ഒരു സിഡ്നി, നൗറ, ഷോൾഹെവൻ വരെയുള്ള ഒരു ഏരിയയിലൊക്കെയാണ് ജീവിക്കുന്നത്. പിന്നെ മെൽബണിൽ കുറേ ആളുകളുണ്ട്, പിന്നെ പെർത്തിൽ കുറേ ആളുകളുണ്ട്.
അങ്ങനെയാണ്. അല്ലാതെ ഈ മരുഭൂമിയിലോട്ടൊക്കെ ജോലിക്ക് പോയി കഴിഞ്ഞാൽ ആളുകൾ പോയി കഴിഞ്ഞാൽ വലിയ ഡെവലപ്മെൻ്റ് ഒന്നും പ്രതീക്ഷിക്കേണ്ട. ഒരു കുഞ്ഞു ഹോസ്പിറ്റലും ഒരു കുഞ്ഞു സ്കൂളും അങ്ങനെയൊക്കെ തന്നെ ഉണ്ടാവുള്ളൂ. ബേസിക് അമ്യൂണിറ്റീസേ ഉണ്ടാവുള്ളൂ. സോ നിങ്ങൾ ഡെഫിനറ്റ്ലി നിങ്ങൾ കയറി വരുമ്പം മനസ്സിലാക്കിയിട്ട് വരിക, 2 ഇയേഴ്സിലേക്ക് കുറച്ചൊരു കോംപ്രമൈസ് ലൈഫായിരിക്കും ഇങ്ങനെയുള്ള റീജൻസിലേക്ക് വരുമ്പം. കാരണം നിങ്ങൾ ഒരുപാട് വണ്ടി ഓടിക്കേണ്ടി വരും. ചിലപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും സാധനം മേടിക്കണമെങ്കിൽ ഒരു മേജർ ടൗണിലേക്ക് എത്തണമെങ്കിൽ ഒരുപാട് കിലോമീറ്റേഴ്സ് പോകേണ്ടി വരും. പിന്നെ നോർത്തേൺ ടെറിട്ടറിയിലൊക്കെ ചില ഇൻറ്റീരിയർ ഏരിയസിലൊക്കെ നിങ്ങൾ 1000 കിലോമീറ്ററൊക്കെ വണ്ടി ഓടിച്ചാൽ ഡാർവിനിലേക്ക് എത്തുള്ളൂ. മാത്രമല്ല പലപ്പോഴും ഞാൻ കേട്ടിട്ടുള്ളത് അവിടുത്തെ ഗവൺമെൻറ് ഇങ്ങനെ ഒരു മാസത്തിൽ ഒരു പ്രാവശ്യം വിമാനത്തിൽ സാധനം കൊണ്ടുവരാനുള്ള ബോണസ് വരെ കൊടുക്കുന്നുണ്ട്. കാരണം നിങ്ങൾക്ക് ഡ്രൈവ് ചെയ്ത് സാധനങ്ങൾ വാങ്ങാൻ പോകാൻ പറ്റാത്തൊരവസ്ഥ വരാം. സോ ബേസിക്കലി നിങ്ങൾ വരാൻ പോകുന്ന സ്ഥലത്തെപ്പറ്റി കൃത്യമായിട്ടൊരു ഐഡിയ വേണം. ഒന്ന് മാപ്പ് എടുത്ത് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലാവും അടുത്ത് എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളത്. ഓക്കെ, ബേസിക് ഗ്രോസറി എല്ലായിടത്തും തന്നെ ഉണ്ടാവാറുണ്ട്. പിന്നെ ഒരു ഫ്യൂൽ സ്റ്റേഷൻ ഉണ്ടാവും, സ്കൂൾ ഉണ്ടാവും. പിന്നെ ഈ ഇങ്ങനെയുള്ള റീജിയണൽ ഏരിയസിലേക്കൊക്കെ പോകുമ്പം അവിടുത്തെ ആളുകളുടെ ഒരു വെൽക്കമിങ് മെൻറ്റാലിറ്റിയും വ്യത്യാസം ഉണ്ടാവും. ഇപ്പം നമ്മളിപ്പോൾ ഒരു സിഡ്നിയിലേക്കോ അല്ലെങ്കിൽ മെൽബണിലേക്കോ ഒരു മലയാളി വന്നു കഴിഞ്ഞാൽ നമുക്ക് അത്യാവശ്യം വെൽക്കമിങ് ആയിട്ട് ഫീൽ ചെയ്യും. കാരണം അതൊരു മൾട്ടി കൾച്ചറൽ സിറ്റിയാണ്. പക്ഷേ ഇപ്പം നിങ്ങൾ റീജിയണൽ അല്ലെങ്കിൽ വളരെ റൂറൽ ടൗണിലേക്ക് പോകുമ്പം അവിടുത്തെ ആളുകൾ അത്ര വെൽക്കമിങ് ആവണം എന്നില്ല. മേ ബി കുറച്ച് റേസിസ്റ്റ് ഫീലിംഗ് ഒക്കെ നിങ്ങൾക്ക് വന്നേക്കാം സ്വാഭാവികമായിട്ടും. സോ ഇതൊക്കെ മനസ്സിലാക്കിയിട്ട് വേണം ഇത്രയും റീലൊക്കേഷൻ ബെനിഫിറ്റ് എടുത്തിട്ട് നിങ്ങൾ വരുമ്പം. റീലൊക്കേഷൻ ബെനിഫിറ്റ് കയ്യിൽ കിട്ടുമ്പോൾ നല്ല ഹാപ്പി ആയിരിക്കും. പക്ഷേ ഇവിടെ എത്തിക്കഴിയുമ്പം നിങ്ങൾക്ക് ആ ഒരു ഫുൾ ഹാപ്പിനെസ് കിട്ടണമെന്നില്ല. 2 ഇയേഴ്സ് ഡെഫിനറ്റ്ലി ചെറിയ കോംപ്രമൈസൊക്കെ ചെയ്തേ പറ്റുള്ളൂ. ഇതെടുത്ത് വന്ന് നിങ്ങൾക്കിത് ഈ ഒരു സംഭവം എൻജോയ് ചെയ്യണം എന്നുണ്ടെങ്കിൽ. അപ്പം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇതുപോലുള്ള വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. വീണ്ടും പുതിയ ഇൻട്രസ്റ്റിംഗ് വീഡിയോസ് ആയിട്ട് നമ്മൾ വരുന്നതായിരിക്കും. താങ്ക് യു.